Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാൻ വീഡിയോ. ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ദ 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറഗല്ലു. ദ 3 L's ഓഫ് എംപവർമെന്റിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Today's women are all set to take up various roles in life. In those roles, they might face many challenges. List out 4 qualities a woman needs to face the challenges of life. ഇന്ന് സ്ത്രീകൾ ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ റോളുകളിലും അവരുടേതായ പല പ്രശ്നങ്ങളും നേരിടുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചലഞ്ചസിനെ നേരിടാൻ സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ക്വാളിറ്റീസ് എന്തെല്ലാമാണെന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ സ്പീച്ച് ഓർ എസ്സേ ഓൺ ദ ടോപ്പിക് വുമൺ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ എസ്സേ തയ്യാറാക്കാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പം പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വുമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ, സേസ് ക്രിസ്ത്യൻ ലെഗാർഡ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്രസ് യുവർ വ്യൂസ് ഇൻ ദ ഫോം ഓഫ് റൈറ്റപ്പ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരണമെന്നാണ് ക്രിസ്ത്യൻ ലെഗാർഡ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? റൈറ്റപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എനി വുമണിൽ നിന്ന് ചോദ്യം ഇതാണ്, പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എനി വുമൺ. എനി വുമൺ എന്ന പോയത്തിന് ഒരു അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കേണ്ടതെന്ന് നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ലിങ്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, മാച്ച് ബോക്സിൽ നിന്നുള്ള ചോദ്യം ഇതായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് ആണ്. അതായത് അജിത്ത്, നൂമിത, നൂമിതാസ് മദർ, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്തു നിന്നും. ഇതൊക്കെ വളരെ സിമ്പിളാക്കി നോട്ട്സ് വിത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്കസിങ് ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്ത് സ്ത്രീയുടെ സ്പേസ് എന്തുമാത്രമാണെന്ന് റൈറ്റപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഹൊറഗല്ലു എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. രത്ന, ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ സുധാമൂർത്തി, 3 പ്രധാനപ്പെട്ടതാണ്, പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ സിമ്പിൾ നോട്ട്സ് വിത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് സുധാമൂർത്തി. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ സുധാമൂർത്തിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ തയ്യാറാക്കണം. അപ്പോൾ അവിടെയും ഒരു 4-5 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് രത്ന. രത്നയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ തയ്യാറാക്കണം. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ഇന്റർവ്യൂ ബേസ് ചെയ്ത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 10th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടൈറ്റിൽ ഹൊറഗല്ലു. ഹൊറഗല്ലു എന്ന തലക്കെട്ടിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്ന് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ്, സെക്കൻഡ് യൂണിറ്റ്, ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെൻഡിങ് വോൾ, അമീഗോ ബ്രദേഴ്സ്, ദ അവർ ഓഫ് ട്രൂത്ത്. അപ്പം മെൻഡിങ് വോളിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുമായ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം മെൻഡിങ് വാൾ, ഓർ റീഡ് ദ ഫോളോയിങ് പോയം ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് മെൻഡിങ് വാൾ. അപ്പോൾ മെൻഡിങ് വാൾ എന്ന പോയത്തിന്റെ ഒരു അപ്രിസിയേഷൻ എഴുതാൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പോയം തരികയും അതുപോലെ തന്നെ മെൻഡിങ് വാൾ എന്ന പോയമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പോയത്തിന്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാക്കി തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. എലാബറേറ്റ് ദ ഐഡിയ ഇൻ എ പാരഗ്രാഫ്. നല്ല അതിരുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാറുണ്ട്. കുറച്ച് ഹിൻസ് തരും, ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറച്ച് ഹിൻസ് ഉണ്ട്. അത് നിങ്ങൾ
ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൊഫൈൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അമിഗോ പ്രദേശിലുള്ള ചോദ്യമാണ്. അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ മുൻ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ഇമാജിൻ യു ആർ സെലക്ടഡ് ആസ് അനൗൺസർ ഓഫ് ദ മാച്ച് ബിറ്റ്വീൻ അർജന്റീന ആൻഡ് പോർച്ചുഗൽ അറ്റ് ദ ഫിഫ വേൾഡ് കപ്പ് 2022. റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ അനൗൺസ്മെന്റ് ടു ബി മെയ്ഡ് ബിഫോർ ദ മാച്ച്. അപ്പം നിങ്ങൾ അർജന്റീന പോർച്ചുഗൽ ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അനൗൺസർ ആവുകയാണെങ്കിൽ ആ ഒരു മാച്ചുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അനൗൺസ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളാക്കി തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ കാണാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ബോക്സിംഗ് മാച്ച്. അപ്പോൾ ബോക്സിംഗ് മാച്ചുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് നമുക്ക് ദ അവർ ഓഫ് ട്രൂത്തിൽ നിന്നുള്ള ചോദ്യം ഇതായിരുന്നു. പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ സ്പീച്ച് അഗെയിൻസ്റ്റ് കറപ്ഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി ഇൻ പബ്ലിക് ലൈഫ്. അഴിമതിക്കെതിരായിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഓണസ്റ്റി, ആത്മാർത്ഥ അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും ഒരു സ്പീച്ച് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഔട്ട് ദ പോസിബിൾ ഡയറി എൻട്രി ഓഫ് റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിന്റെ ഒരു ഡയറി എൻട്രി എഴുതാനും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ആസ് ദ റിപ്പോർട്ടർ ഓഫ് ദ BBC ന്യൂസ് യു ആർ പ്രസന്റ് അറ്റ് ദ കോർട്ട് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഗ്രഷാംസ് ട്രയൽ. ഗിവ് എ ലൈവ് TV റിപ്പോർട്ട് റിഗാർഡിംഗ് ദ ട്രയൽ. അപ്പം BBC ന്യൂസിന്റെ ഒരു റിപ്പോർട്ടറായിട്ട് ഗ്രഷാമിന്റെ കോടതി വിചാരണ സമയത്ത് നിങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു TV റിപ്പോർട്ട് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ TV റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഇംഗ്ലീഷിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മീറ്റിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്തതാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.